വാർത്തകൾ തുടരുന്നു. CPM 6 തവണ തന്നെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ. സാക്ഷികളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയത് മൂലം ഒറ്റ കേസിലും പ്രതികളെ ശിക്ഷിച്ചില്ല. തന്നെ കൊല്ലാൻ ഗൂഢാലോചന നടത്തിയവർ ഇന്ന് പാർട്ടിയിലും സർക്കാരിലും ഉന്നത സ്ഥാനങ്ങളിലിരുന്ന് ഗൂഢാലോചന തുടരുന്നുവെന്നും കെ സുധാകരൻ പ്രസ്താവനയിൽ പറഞ്ഞു. VV അരുണുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, നേരത്തെ തന്നെ ഇത്തരമൊരു പ്രസ്താവന കെ സുധാകരന്റെ ഭാഗത്തു നിന്നും മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി ഉണ്ടായിരുന്നു. തന്നെ കൊല്ലാൻ CPM-ന് കഴിയില്ല എന്നും സുധാകരൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഒരു വാർത്താക്കുറിപ്പായി ഇക്കാര്യം ആവർത്തിക്കാനുള്ള സാഹചര്യം എന്താണ്? CPM കോൺഗ്രസ് പോര് ശക്തമാകുന്നു. അതിനപ്പുറത്തേക്ക് CPM നേതാക്കളും കോൺഗ്രസിന്റെ അധ്യക്ഷനുമായുള്ള പോരും രൂക്ഷമാകുന്നു. അതിന്റെ ഭാഗമായി കൂടി വേണം ഇപ്പോഴത്തെ ഈ പ്രസ്താവനയെ കാണാൻ. CPM 6 തവണയെങ്കിലും തന്നെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് എവിടെയൊക്കെ വെച്ച് എന്ന കാര്യം കൂടി അദ്ദേഹം ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നു. പയ്യന്നൂർ, താഴെചൊവ്വ, മേലെചൊവ്വ, മട്ടന്നൂർ, പേരാവൂർ, കൂത്തുപറമ്പ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നടന്ന നേരിട്ടുള്ള വധശ്രമങ്ങളായിരുന്നു. ഇതിനു പുറമെ നിരവധി വധശ്രമങ്ങൾ താൻ അറിയാതെ നടന്നിട്ടുണ്ട്. പോയ വഴി തിരിച്ചു വരാതെ നിന്നും കാറിന്റെ നമ്പർ പ്ലേറ്റ് മാറ്റിയും കാർ മാറിക്കയറിയും ഒക്കെയാണ് രക്ഷപ്പെട്ടത്. 92-ൽ താൻ DCC പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷമാണ് വധശ്രമ പരമ്പരകൾ ഉണ്ടായത്. സഹപ്രവർത്തകരുടെ സംയോജിത ഇടപെടലും CPM-ലെ ചിലരുടെ രഹസ്യ സഹായവും ദൈവാനുഗ്രഹവും സഹായിച്ചിട്ടുണ്ടെന്ന് സുധാകരൻ പറയുന്നു. ഇപ്പോൾ തനിക്കെതിരെ മൊഴിനൽകിയ പ്രശാന്ത് ബാബു കണ്ണൂരിൽ CPM-ന്റെ ഉരുക്കുകോട്ടയായ കൂത്തുപറമ്പിൽ വീട് വാങ്ങി അവിടേക്ക് താമസം മാറ്റിയപ്പോൾ ഗൃഹപ്രവേശത്തെ തന്നെ നിർബന്ധപൂർവ്വം വിളിച്ചിരുന്നു. പോകാനിറങ്ങിയപ്പോൾ ഒരു CPM-കാരൻ തന്റെ PA വിളിച്ച് വരരുതെന്ന് കട്ടായം വിലക്കി. അത് ഒരു കൊലപാതക ശ്രമത്തിനുള്ള ഗൂഢാലോചനയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. വഴിമധ്യേ ഉള്ള കോറിയിൽ ഒരു മിത്ര CPM ആയുധങ്ങളുമായി കാത്തിരുന്നത് കണ്ടു. PA തൊട്ടടുത്ത വീട്ടിൽ കയറി തന്നെ ഫോൺ ചെയ്തുകൊണ്ടാണെന്ന് പോകാതിരുന്നത് സുധാകരൻ പറയുന്നു. പേരാവൂർ അംബാസഡർ കാറിന് നേരെ ബോംബെറിഞ്ഞു. അന്ന് കാറിന്റെ പിറകിലെ ഗ്ലാസ് തകർത്ത് ബോംബ് പൊട്ടിത്തെറിച്ചു. സൂട്ട്കേസ് വെച്ച് കവചമായി മാറി അങ്ങനെ രക്ഷപ്പെടുകയായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. താഴെചൊവ്വയിൽ വെച്ച് കാറിലുണ്ടായിരുന്ന മൂത്ത സഹോദരനെ ആൾ മാറി ബോംബെറിഞ്ഞ അനുഭവം അദ്ദേഹം വിവരിക്കുന്നു. CPM-കാർ രക്തസാക്ഷിയെ കൊണ്ടാടുന്ന നാൽപ്പാടി വാസുവിന്റെ മരണം തനിക്കെതിരെ നടന്ന ബോംബാക്രമണത്തെ തുടർന്നാണ്. കണ്ണൂരിലെ അക്രമപരമ്പരക്കെതിരെ തന്നെ സമാധാന സന്ദേശയാത്ര നടത്തിയപ്പോൾ മട്ടന്നൂർ അയ്യല്ലൂരിൽ വെച്ച് കല്ലേറുണ്ടായി. അതും വധശ്രമ ഗൂഢാലോചനയായി അദ്ദേഹം പറയുന്നു. CPM-ന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ കോൺഗ്രസ് പ്രവർത്തകനെ കാണാൻ പയ്യന്നൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിയപ്പോൾ മറ്റൊരു ആക്രമണം ഉണ്ടായി. അന്ന് ഗൺമാൻ ആകാശത്തെ വെടിവെച്ചുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. DCC ഓഫീസിൽ രാത്രി വൈകി ഉറങ്ങിയിരുന്ന താൻ ഒരു ദിവസം 10-ഓടെ ഇറങ്ങുമ്പോഴാണ് താഴെച്ചൊവ്വയിൽ CPM കൊരാളിൽ കാത്തിരിക്കുന്ന വിവരം ഒരാൾ വിളിച്ചു പറഞ്ഞത്. അന്ന് കാറിന്റെ നമ്പർ പ്ലേറ്റ് മാറ്റി കടന്നുപോയപ്പോൾ ബോംബുമായി കാത്തിരുന്ന കൊരാളി സംഘത്താൻ കണ്ടു അദ്ദേഹം അവകാശപ്പെടുത്തി. ഓരോ സംഭവം എണ്ണി പറഞ്ഞാണ് സുധാകരൻ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ശരി, എന്തായാലും തനിക്കെതിരെ നടന്ന വധശ്രമം, അതിന്റെ സാഹചര്യം എന്നിവ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള വാർത്താക്കുറിപ്പാണ് സുധാകരൻ നൽകിയിരിക്കുന്നത്. VV അരുണാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.